BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരളത്തിലെ തീരദേശ മേഖലയിലെ ഖനനം സ്വകാര്യവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. തെലങ്കാന ആസ്ഥാനമായ ഒരു കമ്പനിയുമായി ഖനനത്തിന് ധാരണ ഉണ്ടായിട്ടാണ് മുഖ്യമന്ത്രി സ്വകാര്യവൽക്കരണം ഇല്ലെന്ന് പറയുന്നതെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് ഖനനം സ്വകാര്യവൽക്കരിക്കുന്നത്. ഖനനം KMML കൊടുത്തിട്ട് മിനറൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാനാണ് നീക്കം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണം. കരിമണൽ കൊള്ളയിൽ LDF UDF സർക്കാരുകൾ ഒന്നാണെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. കൂടാതെ മാസപ്പടി കൊള്ള വീണ്ടും തുടരാനാണോ ഇതെന്ന് സംശയമുണ്ടെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തീരദേശ ഖനനം സ്വകാര്യവൽക്കരിക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. കൂടാതെ തോറിയം പോലുള്ള വസ്തുക്കൾ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്നാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത്. അതേസമയം ഇത് ചോദ്യം ചെയ്തപ്പോൾ സ്വകാര്യവൽക്കരണമില്ലെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന്റെ തീരദേശത്തെ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിവിധ മുന്നണികളിൽ നിന്നും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി ആ നിലപാടിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും UDFനുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പ് അതിനെക്കുറിച്ചുണ്ടായി. അതിന് മറുപടി എന്ന നിലയിൽ BJPയുടെ ആരോപണത്തിന്റെ മറുപടി എന്ന നിലയിലും അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഈ മേഖലയിൽ അനുവദിക്കുന്നതില്ല, അത് സർക്കാരിന്റെ അജണ്ടയിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് KMMLന്റെ മുഴുവൻ പ്രൊഡക്ഷനും അതിന്റെ മൂല്യവർദ്ധിതമായ മോണോസൈറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന കമ്പനിക്ക് ഈ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുവാനും 2019 കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി KMML നടത്തിയിട്ടുള്ള ഈ ഇടപാട് റദ്ദു ചെയ്ത് കേരളത്തിന്റെ തീരദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരും ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ മിഡ്വെസ്റ്റ് കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെഗുലേഷൻസിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് സെലക്ടഡ് ആസ് എ ലീഡിംഗ് കൺസോർഷ്യം പാർട്ണർ ബൈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, എ ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് ഫോർ സ്ട്രാറ്റജി ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പൈലറ്റ് പ്ലാന്റ് പ്രോജക്ട് ഫോക്കസ്ഡ് ഓൺ റെയർ എർത്ത് എലമെന്റ്സ്. ഇത് മാത്രമല്ല പ്രശ്നം, ഇവര് എടുത്തിട്ടുള്ള ഈ കണ്ടീഷൻസിനകത്ത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയൂ. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത്. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനകത്ത് പെടുന്നതാണ് മോണോസൈറ്റും തോറിയവും. തോറിയം പോലെ അപകടകരമായ ഒരു മിനറൽ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലേക്ക് കടന്നുപോയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും എന്നതുകൊണ്ടാണല്ലോ 2019 പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ കേരള സർക്കാർ അത് ഖനനം മാത്രം പൊതുമേഖലയിലാക്കിയിട്ട് ഖനനം വഴി കിട്ടുന്ന മുഴുവൻ മിനറൽസും പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇതിനെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നു. ഈ നിലപാടിൽ നിന്നും KMML നിന്നും ഈ എഗ്രിമെന്റിൽ നിന്നും KMML പുറകോട്ട് പോകണം.
മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.